പാലക്കാട് കൊല്ലങ്കോട് ബിവറേജസ് ഔട്ട്ലെറ്റിലെ മോഷണം നടത്തിയ മുഖ്യപ്രതിയും കസ്റ്റഡിയിലായി. മോഷണം ആസൂത്രണം ചെയ്ത കൊല്ലങ്കോട് സ്വദേശി ശിവദാസനെയാണ് കസ്റ്റഡിയിലെടുത്തത്. ഇന്നലെ കസ്റ്റഡിയിലെടുത്ത കൊല്ലങ്കോട് നെന്മേരി സ്വദേശി രവിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. 2 ലക്ഷം രൂപയുടെ മദ്യമാണ് മോഷണം പോയത്. CCTV ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. ബ്രാൻഡൊക്കെ നോക്കിയൊക്കെയാണ് എന്തായാലും മോഷണം നടത്തുന്നത്. ഗോകുൽ VS വിവരങ്ങളുമായി നമുക്കിപ്പം ചേരുന്നുണ്ട്. പാലക്കാട് നിന്ന് ഗോകുൽ, എങ്ങനെയാണ് മുഖ്യപ്രതിയിലേക്ക് എത്തിയത് പോലീസ്? അതായത് 2.5 ലക്ഷം രൂപയുടെ മദ്യമാണ് ഇവർ മോഷ്ടിച്ചത്. ഈ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ആദ്യം കൊല്ലങ്കോട് സ്വദേശിയായ രവിയിലേക്ക് പോലീസ് അന്വേഷണം എത്തി. അതിനുശേഷം അവിടെ നിന്ന് ഇതിൻ്റെ ആസൂത്രകനായ ശിവദാസിനെയും പോലീസ് പിടികൂടുകയായിരുന്നു. ഇവർ രണ്ടുപേരും ചേർന്നാണ് ഈ മോഷണം നടത്തിയത്. ഇതിൽ ശിവദാസനൊപ്പം ഉണ്ടായിരുന്നു. പക്ഷേ രവിയാണ് ഈ ബിവറേജസ് ഔട്ട്ലെറ്റിൻ്റെ അകത്തേക്ക് കയറുകയും ആര്യ നേരത്തെ പറഞ്ഞ പോലെ ബ്രാൻഡൊക്കെ നോക്കി വിലയൊക്കെ നോക്കി മദ്യം ശേഖരിച്ച് ഏകദേശം 10 ചാക്കിൻ്റെ അടുത്ത് നിറച്ചു. അങ്ങനെ അവർ കൊണ്ടുപോവുകയാണ് ചെയ്തത്. അതിൽ 2 ചാക്ക് അവർക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. അത് ആ പ്രദേശത്ത് തന്നെ അവർക്ക് ഉപേക്ഷിക്കേണ്ടി വന്നു. ഏകദേശം 2.5 ലക്ഷം രൂപയുടെ മദ്യം ഇങ്ങനെ മോഷ്ടിച്ചു. ഇത് പ്രധാനമായും ലക്ഷ്യം വെച്ചത് ഈ തിരുവോണ ദിവസത്തിൽ ബിവറേജ് അവധിയാണ്. ആ സമയത്ത് പലരും മദ്യം അന്വേഷിച്ച് നടക്കുന്ന ഒരു ദിവസമാണ്. അപ്പോൾ അങ്ങനെ അന്വേഷിച്ച് നടക്കുന്നവർക്ക് മദ്യം വിറ്റ് ഇരട്ടി പണം ഉണ്ടാക്കാമെന്നുള്ള ഒരു ചിന്തയിലാണ് ഇവർ ഇത്ര വലിയ രീതിയിൽ മദ്യമോഷണം നടത്തിയത്. ഏതായാലും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഇവരെ പിടിക്കാൻ പോലീസിന് കഴിഞ്ഞു. ഇപ്പോൾ 2 പേരും പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. ഒരാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. ശിവദാസിന്റെ അറസ്റ്റും ഇന്ന് തന്നെ രേഖപ്പെടുത്തും. പിന്നീട് കോടതിയിൽ ഹാജരാക്കി മറ്റ് നടപടികൾ സ്വീകരിക്കുമെന്നുള്ളതാണ് പോലീസിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം. ശരി ഗോകുൽ.